ഇവിടെ വാ 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 വാ. ഇപ്പൊ തരാം. എല്ലാവർക്കും തരാം. എല്ലാവർക്കും ഉണ്ട്. പൊട്ടിച്ചേ. എല്ലാരും കഴിക്കും. അവളൊരു ഇത്തിരി കൊഴുത്തിട്ടുണ്ടല്ലോ. അതന്നെ. എവിടെ കുഞ്ഞുങ്ങളെവിടെ? പ്രസവം കഴിഞ്ഞിട്ടിരിക്കണേ. അതാണ്. അതേ പൊന്നും മക്കളെ, നിങ്ങളൊക്കെ വളരെ സൂക്ഷിച്ചോ. നിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വലിയ പ്രചരണം നടക്കുന്നുണ്ട് കേട്ടാ. മാളുവോ നിന്നോടാണ് പറയണത്. നീയാണ് അതിലെന്തിലൊക്കെ പോണത്. പിന്നെ നിങ്ങളോട് പറയാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യം, സന്താനോൽപാദനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു കൺട്രോൾ വെക്കുന്നത് നല്ലതാണ്. തീറ്റ മാത്രം പോരാ, പറയണത് കേൾക്കും കൂടിയും വേണം. കൊടുക്ക് തിന്നെ. ഫോൺ അടിക്കണോ? ഇതാരാ നോക്കൂ. ഹലോ, എവിടെ? 20 പറയണേ. മനഃപൂർവ്വമായിരിക്കും. അതെ, ഞാൻ സത്യേട്ടൻ അങ്ങോട്ട് വരാം. വെച്ചോ. എന്താണ് എന്താന്ന് നോക്ക്. എന്താ പറ്റി? 10-20 മക്കളാ പോയത്. 20 എണ്ണോ? 20 പട്ടികൾ മരിച്ചു കിടക്കണോന്ന്. എന്തൊരു കഷ്ടാന്ന. നീ ഇത്രയും വില കൊടുത്ത് മേടിച്ച പട്ടിയാണെങ്കിൽ അതിനെ കൂട്ടിലിട്ട് വളർത്തണ്ടേ? പുറത്ത് റോട്ടിൽ അഴിച്ചു വിട്ടിട്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്? പിന്നെ എങ്ങനെ ചത്ത്? ബീഫ് ഇട്ട് കൊടുത്താ അങ്ങനെ ചത്തത്? പ്രയാസപ്പെടണ്ട നീ, നമുക്ക് എന്തായാലും സമാധാനം ഉണ്ടാക്കാം. പോയത് പോട്ടെ. സുധേട്ടാ, സംഭവിച്ചില്ലേ നമ്മുടെ പ്ലാൻ എങ്ങനെയായിരുന്നു? അതല്ലാന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടായി. ഇവന്റെ വീട്ടിലെ പട്ടി ആരോ ബീഫ് കൊടുത്ത് കൊന്നെന്നും പറഞ്ഞ ആകെ പ്രശ്നം. എന്റെ വീട്ടിലെ പട്ടിയോ? അത് നല്ല വിലയുള്ള പട്ടിയല്ലേ? ചോക്ലേറ്റ് കളർ ലാബ്. ഏത് കണ്ണു ചോരില്ലാത്തവനാണോ ഈ പണി കാണിച്ചത്?